Welcome to Garam Masala, the magic spices of cooking. Macaroni cake balls. ഇന്ന് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു സ്വീറ്റ് സ്നാക്കാണിത്. ബാക്കി വന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു സ്നാക്കാണിത്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും ഈ സ്നാക്ക്. മാക്കറോണി ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുത്തതിന്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഞാൻ ഈ മാക്കറോണി കേക്ക് ബോൾസ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. കഴിക്കുമ്പോൾ കേക്കിന്റെ അതേ ടേസ്റ്റ് ആണ് ഇതിന്. അധികം ചെലവൊന്നുമില്ലാതെ ഈ മാക്കറോണി കേക്ക് ബോൾസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബാക്കി വന്നിട്ടുള്ള ബീറ്റ് ചെയ്ത മുട്ട എടുക്കാം. കട്ട്ലേറ്റിന് വേണ്ടി ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയുടെ ബാക്കി ഭാഗമാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ചേർക്കാം. കട്ട്ലേറ്റിന് വേണ്ടി ഉപയോഗിച്ച ബ്രെഡ് ക്രംസിന്റെ ബാക്കി തന്നെയാണ് ഇതും. മാക്കറോണി ചിക്കൻ കട്ട്ലേറ്റ് ബോളാക്കിയതിനു ശേഷം മുട്ടയിൽ മുക്കിയെടുത്തു. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ബാക്കി വന്നിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് ഈ കേക്ക് ബോൾസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അടുത്തതായി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കണം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇത് ബാക്കി വന്നിട്ടുള്ള മാക്കറോണിയാണ്. ഏകദേശം അരക്കപ്പോളം വരും ഇത്. കട്ട്ലറ്റിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള മാക്കറോണിയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഈ മാക്കറോണിയെ കൂടെ നമുക്ക് വെസലിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നല്ല ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാക്കറോണി കുറച്ച് വെറ്റായിരിക്കും, അതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഞാൻ പാലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇതിന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് മാക്കറോണി ചിക്കൻ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുത്ത ബാക്കിയുള്ള എണ്ണയിലാണ്. ആദ്യം നമുക്ക് മാക്കറോണി കട്ട്ലേറ്റിനെ ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് മുഴുവൻ ഫ്രൈ ചെയ്ത് വെക്കണം. ബാക്കിയുള്ള എണ്ണയാണിത്. നല്ല ചൂടുള്ള എണ്ണയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമ്മുടെ മാക്കറോണി കേക്ക് ബോൾസിനെയും ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ എണ്ണയിൽ ബ്രെഡ് ക്രംസ് കരിഞ്ഞു വന്നിട്ടുണ്ട്. സ്റ്റീലിന്റെ ചായ അരിപ്പയിൽ ഞാൻ ഈ എണ്ണയെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും പാനിലോട്ട് ഒഴിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് ചെറിയ ബോൾസ് എടുത്ത് ചൂടുള്ള എണ്ണയിലോട്ട് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലൊന്നും കുക്കായി വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കേക്ക് ബോൾസ് കരിഞ്ഞു പോകുന്നതിന് മുൻപ് തന്നെ എണ്ണയിൽ നിന്ന് മാറ്റണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് നമ്മുടെ കേക്ക് ബോൾസ്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ഇട്ടാൽ മതി. മുട്ട ചേർത്തത് കൊണ്ട് തന്നെ ഇതൊന്ന് വലുതായി വരും. നമ്മുടെ എല്ലാ കേക്ക് ബോൾസും തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ലെഫ്റ്റ് ഓവർ സ്നാക്ക് മാക്കറോണി കേക്ക് ബോൾസ് തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഞാൻ ചിക്കൻ മാക്കറോണി കട്ട്ലേറ്റിന്റെ ബാക്കി വന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഈ കേക്ക് ബോൾസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇഫ്താർ സമയത്ത് ഒരു എക്സ്ട്രാ സ്നാക്ക് കൂടെയാണിത്. മാക്കറോണി കട്ട്ലേറ്റ് തീരുന്നതിന് മുൻപ് തന്നെ ഈ മാക്കറോണി കേക്ക് ബോൾസ് കഴിച്ചു തീരും. അത്രയും ടേസ്റ്റിയാണ് ഇതിന്. താങ്ക്സ് ഫോർ വാച്ചിങ്.